വിശ്വപ്രസിദ്ധ ചിത്രകാരൻ പാബ്ലോ പിക്കാസോയുടെ മഹത്തായ ചിത്രം ഗോർണിക്ക പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. മലപ്പുറം ജില്ലയിലെ VPKMM-HSS പുത്തൂർ പള്ളിക്കലിലെ വിദ്യാർത്ഥികളാണ് 300-ലധികം ഷോളുകൾ ഉപയോഗിച്ച് കലാസൃഷ്ടി നടത്തിയത്. ചിത്രകലാധ്യാപകൻ ലിതേഷ് കരുണാകരന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് JRC വിദ്യാർത്ഥികളാണ് ഗോർണിക്ക തട്ടങ്ങൾ നിരത്തി പുനർസൃഷ്ടിച്ചത്. മുഹമ്മദ് ഷഹീദ് തത്സമയം ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. കുട്ടികൾ അസാമാന്യ കഴിവ് പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഗോർണിക്കയൊക്കെ അങ്ങനെ പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ലോക പ്രശസ്ത സൃഷ്ടിയുമാണ്. പിഴവുകൾ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും റെക്കോർഡും ഇതിലൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഗുഡ് മോർണിംഗ് മോത്തി. സൂചിപ്പിച്ചതുപോലെ തന്നെ പാബ്ലോ പിക്കാസോയുടെ ലോകപ്രശസ്ത ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ ചിത്രമാണ് ഗോർണിക്ക. അതായത് സ്പെയിനിലെ ആഭ്യന്തര യുദ്ധത്തിൽ യുദ്ധക്കെടുതികളെ ചിത്രീകരിക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയൊരു ചിത്രീകരണം വേറെ നമുക്ക് ലോകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിൽ പ്രസിദ്ധമായ ഒരു ചിത്രമാണ് ഗോർണിക്ക. ആ ഗോർണിക്കയ്ക്കാണ് മലപ്പുറം പുത്തൂരിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു പുനരാവിഷ്കരണം, അതായത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന തട്ടം, ഷാൾ ഉൾപ്പെടെയുള്ള അവിടെയുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഈ വസ്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെയൊരു പെയിൻറ്റിങ്, പിക്കാസോയുടെ പെയിൻറ്റിങ് പുനരാവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കൗതുകകരമായിട്ടുള്ളത്. അവിടുത്തെ ചിത്രകലാധ്യാപകൻ ജിതേഷ് കനാരൻ്റെ അദ്ദേഹത്തിൻ്റെ മുൻ കയ്യിലാണ്, അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിലാണ് കുട്ടികൾ ഇത് ചെയ്തത്. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെ ലോകോത്തരമായ അല്ലെങ്കിൽ അത്തരം വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം പെയിൻറ്റിംഗ് ആയാലും മറ്റ് നമ്മുടെ സർഗാത്മക സൃഷ്ടികളായാലും അത് വിദ്യാലയങ്ങളിലേക്ക് പുനരാവിഷ്കരിക്കാൻ വേണ്ടി അത് വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുന്നു, അത് വിദ്യാർത്ഥികൾ വളരെ ഭംഗിയായി ഏറ്റെടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ ഭംഗിയുള്ള വിദ്യാലയങ്ങളിൽ നമുക്ക് പുറത്തു വരുന്ന വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. കുട്ടികൾ അവിടെ വിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികളിൽ മാത്രം, അവരുടെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഇരിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഇരിക്കേണ്ടവരല്ല എന്നൊരു തിരിച്ചറിവ് അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടായി വരുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇത്തരം കുറേ ആക്ടിവിറ്റികൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പിക്കാസോയുടെ പെയിൻറ്റിങ് ഈ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ പാഠ്യവിഷയങ്ങളുമായി ബന്ധപ്പെട്ട അത്തരം പ്രയോഗങ്ങളൊക്കെയാണ് സാധാരണ നടക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു സർഗാത്മക സൃഷ്ടി കുട്ടികളെ ലോകത്തിൻ്റെ വലിയ കാഴ്ചകളിലേക്ക്, ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൃഷ്ടിയിലേക്ക് കൊണ്ടുപോകാൻ മലപ്പുറം പുത്തൂരിലെ സ്കൂളിലും അധ്യാപകരും അവിടുത്തെ കുട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് തന്നെയാണ് ഈ ദൃശ്യത്തിൻ്റെ അതിലേറ്റവും രസമുള്ളത്. കുട്ടികൾ ആ വിഷ്വൽ തന്നെയാണ്, കുട്ടികൾ അവിടെ ചിത്രീകരിച്ച ആ ദൃശ്യം കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി തങ്ങളുടെ തട്ടം, ഷാളുമൊക്കെ എടുത്ത് ആ ചിത്രം നിർമ്മിക്കുന്നത്, അത് നിർമ്മിച്ച ശേഷം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ ആനന്ദകരമായൊരു കാഴ്ച തന്നെയാണ്, വലിയ സന്ദേശം നൽകുന്നത് കൂടിയാണ് മോത്തി.